നമസ്കാരം, ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് 2024 ദിനങ്ങളും അതിന്റെ തീംസും അല്ലെങ്കിൽ പ്രമേയങ്ങളുമാണ്. അപ്പൊ നമുക്കറിയാം, ഒരു ഡേയും ഒരു പ്രമേയവും സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് 2024 മുഴുവൻ എല്ലാ ഡേയ്സും ഇല്ല, പ്രധാനപ്പെട്ട ഡേയ്സ് അല്ലെങ്കിൽ മുമ്പ് ചോദിച്ചിട്ടുള്ള സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഡേയ്സുകളൊക്കെയാണ്. അപ്പൊ അതിന്റെ പ്രമേയങ്ങളുമാണ് നോക്കുന്നത്. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലേക്ക് പോയിട്ട് അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ നമ്പർ കൊടുത്ത് ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് അതിൽ എല്ലാ കോഴ്സും അവൈലബിൾ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ താല്പര്യമുള്ളത് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്ത് പഠിക്കാവുന്നതാണ്. അപ്പോ ഒരുപാട് എക്സാംസ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏത് എക്സാംസ് ആണോ പഠിക്കാൻ താല്പര്യമുള്ളത് അത് എന്ത് ചെയ്യാം, പെട്ടെന്ന് ജോയിൻ ചെയ്ത് പെട്ടെന്ന് പഠിച്ചു തുടങ്ങാൻ. സമയം കുറച്ചേ ഉള്ളൂ. നമുക്ക് ദിനങ്ങളും നോക്കാം. 2024 തീംസ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. ഒന്നാമത് ജനുവരി 12 കേട്ടോ, ദേശീയ യുവജന ദിനമാണ്. അപ്പൊ ഡേറ്റും അത് എന്താണെന്ന് കൂടെ പഠിച്ചു വെക്കുക. അതിന്റെ പ്രമേയവും അതാണ് നമുക്ക് പഠിക്കേണ്ടത്, ഇംഗ്ലീഷിലും മലയാളത്തിലും. ഇപ്പൊ നമുക്ക് ഇനി ഡിഗ്രി എക്സാംസിനൊക്കെ ആണെങ്കിൽ മലയാളത്തിലായിരിക്കില്ല, ഇംഗ്ലീഷിലായിരിക്കും. ASM പോലുള്ള അല്ലെങ്കിൽ ബാക്കിയുള്ള എക്സാംസിനൊക്കെ ആണെങ്കിൽ 10th +2 അങ്ങനെയൊക്കെയുള്ളതൊക്കെ ആണെങ്കിൽ മലയാളം കൂടി ഓർത്ത് വെച്ചേക്കുക. ഏതാണ് ചോദിക്കാന്ന് അറിയില്ലല്ലോ. അപ്പൊ ജനുവരി 12 ദേശീയ യുവജന ദിനമാണെന്ന് ഓർത്തിരിക്കുക. അതിന്റെ 2024 തീം Arise, awake and realize the power you hold. എഴുന്നേൽക്കുക, ഉണരുക, നിങ്ങൾ കൈവശം വച്ചിരിക്കുന്ന ശക്തി തിരിച്ചറിയുക. ഇതിന്റെ ഗൂഗിൾ ട്രാൻസ്ലേഷൻ ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഒരു തീമാണ് അവര് ഇറക്കുക. അപ്പൊ അത് ഇംഗ്ലീഷിലാണ്. അതിന്റെ മലയാളം ഞാൻ അത് മലയാളത്തിലാക്കി ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയുന്നതാണ് കേട്ടോ. Arise, awake and realize the power you hold. അതിന്റെ മലയാളം എന്താണ്? എഴുന്നേൽക്കുക, ഉണരുക, നിങ്ങൾ കൈവശം വച്ചിരിക്കുന്ന ശക്തി തിരിച്ചറിയുക. മലയാളത്തിലും ചോദിക്കാം, ഇംഗ്ലീഷിലും ചോദിക്കാം. അപ്പൊ നമ്മൾ ഒന്നാമത്തത് പഠിച്ചു. ജനുവരി 12 എന്താണ്? ദേശീയ യുവജന ദിനമാണ്. Arise, awake and realize the power you hold. രണ്ടാമത്തത് ജനുവരി 26 റിപ്പബ്ലിക് ഡേ ആണ് കേട്ടോ. 2024 ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവ്, വികസിത് ഭാരത്. വികസിത് ഭാരത് അതായിരിക്കും ചിലപ്പോ 2-3 കോമൺ ആയിട്ട് തരുന്നത്. ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവ്, വികസിത് ഭാരത് ഓർത്തിരിക്കുക. ഇത് 2024 ഇപ്പൊ നമുക്കിപ്പോ ഫെബ്രുവരി ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 2025 കൂടെ നമ്മളൊന്ന് പറയുന്നുണ്ട്. 2025 76ാമത് റിപ്പബ്ലിക് ഡേ ആണ് നടന്നത് നമുക്കറിയാം. അതിന്റെ തീം എന്ന് പറയുന്നത് സ്വർണിം ഭാരത് വിരാസത് ഓർ വികാസത്, ഗോൾഡൻ ഇന്ത്യ ഹെറിറ്റേജ് ആൻഡ് പ്രോഗ്രസ് എന്നാണ്. ഗോൾഡൻ ഇന്ത്യ ഹെറിറ്റേജ് ആൻഡ് പ്രോഗ്രസ് എന്നാണ് 25 ഇപ്പൊ കഴിഞ്ഞ റിപ്പബ്ലിക് ഡേയുടേത്. സ്വർണിം ഭാരത് വിരാസത് ഓർ വികാസത്. 2024 ചിലപ്പോ എക്സാം 2025 ആയിരിക്കും ചോദിക്കുക. എക്സാം മെയ് തൊട്ടാണല്ലോ തുടങ്ങുക, ഫിലിംസ് ആയാലും ബാക്കിയുള്ള എക്സാംസ് ആയാലും. അപ്പൊ 25 ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 24 ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവ്, വികസിത് ഭാരത്. 2025 ചോദിക്കുകയാണെങ്കിൽ സ്വർണിം ഭാരത് വിരാസത് ഓർ വികാസ്. ഓക്കെ. അടുത്തത് ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം. ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ലോക തണ്ണീർത്തട ദിനം എന്നാണെന്ന് ചോദിക്കും, അല്ലെങ്കിൽ അതിന്റെ പ്രമേയം തീം ചോദിക്കും. അപ്പൊ 2024 വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ്. വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ് എന്നാണ്. തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും. തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമങ്ങളുമാണ്. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമാണ്. സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. അതിന്റെ 2024 പ്രമേയം എന്ന് പറയുന്നത് വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ് ആണ്. അടുത്തത് ഫെബ്രുവരി 4 നമുക്കറിയാം വേൾഡ് ക്യാൻസർ ഡേ ആണ്. 2024 ടുഗദർ വി ചലഞ്ച് ദോസ് ഇൻ പവർ. എന്താണ്? ടുഗദർ വി ചലഞ്ച് ദോസ് ഇൻ പവർ ആണ്. 2022 2024 എന്ന് പറയുന്നത് ക്ലോസ് ദ കെയർ ഗ്യാപ്പ് ആണ്. അപ്പൊ അതിന് മൊത്തത്തിലായിട്ട് ഒരു തീം ഉണ്ട്, അല്ലാതെ വർഷങ്ങളായിട്ടും ഉണ്ട് കേട്ടോ. അപ്പൊ ഏതാണ് ചോദിക്കാന്ന് അറിയില്ല. അപ്പൊ 2024 ടുഗദർ വി ചലഞ്ച് ദോസ് ഇൻ പവർ. പിന്നെ 22 തൊട്ട് 24 വരെ മെയിൻ ആയിട്ടുള്ള ഒരു തീമാണ് ക്ലോസ് ദ കെയർ ഗ്യാപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫെബ്രുവരി 28 നാഷണൽ സയൻസ് ഡേ ആണ്. ദേശീയ ശാസ്ത്ര ദിനം എന്നാണ് കേട്ടോ. 2024 ഇൻഡിജീനിയസ് ടെക്നോളജി ഫോർ വികസിത് ഭാരത്. കൂടുതൽ വികസിത് ഭാരത് എന്നൊരു വാക്കാണ് നമുക്ക് എപ്പോഴും വരുന്നത്. തദ്ദേശീയ സാങ്കേതിക വിദ്യ വികസിത ഭാരതത്തിന് എന്നാണ് അതിന്റെ മലയാള പരിഭാഷ. നമ്മൾ ഏതൊക്കെ പഠിച്ചു? ഫെബ്രുവരി 4 വേൾഡ് ക്യാൻസർ ഡേ ആണ്. 2024 തീം എന്താണ്? ടുഗദർ വി ചലഞ്ച് ദോസ് ഇൻ പവർ എന്നാണ്. അതുപോലെ ഫെബ്രുവരി 28 നാഷണൽ സയൻസ് ഡേ അല്ലെങ്കിൽ ദേശീയ ശാസ്ത്ര ദിനം. 2024 ഇൻഡിജീനിയസ് ടെക്നോളജി ഫോർ വികസിത് ഭാരത് അല്ലെങ്കിൽ തദ്ദേശീയ സാങ്കേതിക വിദ്യ വികസിത ഭാരതത്തിന്. ഓക്കെ.
ഞാനിത് ഓർഡറിലാണ് പറയുന്നത്, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. അപ്പൊ ഓർത്തിരിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നിൽ എഴുതി വെക്കുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ ചെയ്യുക കേട്ടോ. അടുത്തത് മാർച്ച് 3 ലോക വന്യജീവി ദിനമാണ്. 2024 നോക്കിയേ. ജനങ്ങളെയും ഗ്രഹങ്ങളെയും ബന്ധിപ്പിക്കുന്ന വന്യജീവി സംരക്ഷണത്തിൽ ഡിജിറ്റൽ ഇന്നൊവേഷൻ പര്യവേഷണം ചെയ്യുക എന്നുള്ളത് മലയാളത്തിലാണ്. ഇതിന്റെ ഇംഗ്ലീഷ് കണക്ടിങ് പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് എക്സ്പ്ലോറിംഗ് ഡിജിറ്റൽ ഇന്നൊവേഷൻ ഇൻ വൈൽഡ് ലൈഫ് കൺസർവേഷൻ. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ അതിന്റെ മലയാള പരിഭാഷ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളതാണ് മലയാളത്തിൽ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഏത് ചില എക്സാം മലയാളത്തിലായിരിക്കും ചോദിക്കുക, ചിലത് ഇംഗ്ലീഷിലായിരിക്കും ചോദിക്കുക. ഒന്നിൽ ഇംഗ്ലീഷ് പഠിച്ചു വെക്കുക, അത് ജസ്റ്റ് അപ്പൊ കാണുമ്പോൾ നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള അങ്ങനെ പഠിക്കുക കേട്ടോ. രണ്ടും കൂടി പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ മലയാളം മാത്രം പഠിക്കരുത്, കാരണം നമുക്ക് ഡിഗ്രി പ്രിലിംസിനൊക്കെ മലയാളം മാത്രമായിരിക്കില്ല, ഇംഗ്ലീഷ് ആയിരിക്കും ചെയ്യുന്നത്. അപ്പം അത് ഇംഗ്ലീഷ് പഠിക്കാം, എന്നിട്ട് ക്വസ്റ്റ്യനിൽ മലയാളത്തിലാക്കാൻ പറ്റുമെന്നുള്ള ഇതിൽ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ കാണുമ്പോൾ മലയാളത്തിലാക്കി എഴുതുകയായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇത് രണ്ടും പഠിക്കുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കണക്ടിങ് പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് എക്സ്പ്ലോറിംഗ് ഡിജിറ്റൽ ഇന്നോവേഷൻ ഇൻ വൈൽഡ് ലൈഫ് ആൻഡ് കൺസർവേഷൻ എന്നാണ് മാർച്ച് 3 ലോക വന്യജീവി ദിനം. ഓക്കെ, വൈൽഡ് ലൈഫ് ഡേ ആണ്. മാർച്ച് 15 ലോക ഉപഭോക്തൃ അവകാശ ദിനം. ഉപഭോക്തൃ ദിനം വേറെയുണ്ട്, ഇത് ഉപഭോക്തൃ അവകാശ ദിനമാണ് കേട്ടോ. ഫെയർ ആൻഡ് റെസ്പോൺസിബിൾ AI ഫോർ കൺസ്യൂമേഴ്സ് എന്നാണ് അതിന്റെ മലയാളം. ഉപഭോക്താക്കൾക്കുള്ള ന്യായവും ഉത്തരവാദിത്വമുള്ളതുമായ AI. ഓക്കെ, മാർച്ച് 15 എന്താണ്? ലോക ഉപഭോക്തൃ അവകാശ ദിനമാണ്. ഉപഭോക്തൃ ദിനം ഡിസംബറിൽ വേറെ ഉണ്ട്, അത് വേറെ പറയും. ഇത് ഉപഭോക്തൃ അവകാശ ദിനമാണ്. ഫെയർ ആൻഡ് റെസ്പോൺസിബിൾ AI ഫോർ കൺസ്യൂമേഴ്സ്. അടുത്ത മാർച്ച് 8 നമുക്കറിയാം വുമൻസ് ഡേ ആണ്, നാഷണൽ വുമൻസ് ഡേ ആണ് 2024. ഇൻവെസ്റ്റ് ഇൻ വുമൺ ആക്സിലറേറ്റ് പ്രോഗ്രസ്. ഇൻവെസ്റ്റ് ഇൻ വുമൺ ആക്സിലറേറ്റ് പ്രോഗ്രസ് എന്ന് വെച്ചാൽ സ്ത്രീകളിൽ നിക്ഷേപിക്കുക, പുരോഗതി ത്വരിതപ്പെടുത്തുക. ഒക്കെയാണ് മാർച്ച് 8 വുമൻസ് ഡേ ആണ്. ഇൻവെസ്റ്റ് ഇൻ വുമൺ ആക്സിലറേറ്റ് പ്രോഗ്രസ് എന്നുള്ളതാണ് തീം. അടുത്ത മാർച്ച് 21 നോക്കാം. അന്താരാഷ്ട്ര വന ദിനമാണ്. ഫോറസ്റ്റ് ആൻഡ് ഇന്നോവേഷൻ ന്യൂ സൊല്യൂഷൻ ഫോർ ബെറ്റർ വേൾഡ്. ഫോറസ്റ്റ് ആൻഡ് ഇന്നോവേഷൻ ന്യൂ സൊല്യൂഷൻ ഫോർ എ ബെറ്റർ വേൾഡ്. വനങ്ങളും നവീകരണവും മെച്ചപ്പെട്ട ലോകത്തിനുള്ള പുതിയ പരിഹാരങ്ങൾ. വനങ്ങളും നവീകരണവും മെച്ചപ്പെട്ട ലോകത്തിനുള്ള പുതിയ പരിഹാരങ്ങൾ. നിങ്ങൾ നോക്കിയാൽ തന്നെ ഇതിന്റെ കറക്റ്റ് ട്രാൻസ്ലേറ്റർ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ആണ്. എക്സാമിനും അങ്ങനെ തന്നെയാണ് ചോദിക്കുക കേട്ടോ. ഇംഗ്ലീഷ് പഠിച്ചു വെച്ചിരിക്കുന്നതായിരിക്കും ബെറ്റർ. അടുത്ത മാർച്ച് 22 ലോക ജലദിനമാണ്. 2024 തീം വാട്ടർ ഫോർ പ്രോസ്പെരിറ്റി ആൻഡ് പീസ്. വാട്ടർ ഫോർ പ്രോസ്പെരിറ്റി ആൻഡ് പീസ് എന്നാണ്, ജലവും സമാധാനവും. ഓക്കെ, മാർച്ച് 23 കാലാവസ്ഥാ ദിനം അല്ലെങ്കിൽ ക്ലൈമറ്റ് ഡേ. 2024 എന്താണ്? അറ്റ് ദ ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ. കാലാവസ്ഥാ പ്രവർത്തനത്തിന്റെ മുൻനിരയിൽ. അറ്റ് ദ ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ അല്ലെങ്കിൽ കാലാവസ്ഥാ പ്രവർത്തനത്തിന്റെ മുൻനിരയിൽ എന്നാണ് മാർച്ച് 23 കാലാവസ്ഥാ ദിനത്തിന്റെ തീം. അടുത്ത മാർച്ച് 24 വേൾഡ് TB ഡേ ആണ്. 2023-നും 24-നും ഒന്ന് തന്നെയാണ്. യെസ് വി ക്യാൻ എൻഡ് TB. എളുപ്പമുള്ളതാണ് അല്ലെ? യെസ് വി ക്യാൻ എൻഡ് TB ആണ്. TB ഡേ എന്നാണ് മാർച്ച് 24. അതുപോലെ ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനം. മൈ ഹെൽത്ത് മൈ റൈറ്റ്. അത് എളുപ്പമുള്ളതാണ്, അതുകൊണ്ട് കൺഫ്യൂഷനായി ഓപ്ഷനിൽ വേറെയൊക്കെ വരാനും ചാൻസ് ഉണ്ട് കേട്ടോ. മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്നുള്ളതാണ്. ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനം. മൈ ഹെൽത്ത് മൈ റൈറ്റ്. അടുത്ത ഏപ്രിൽ 17 നോക്കി ഹീമോഫീലിയ ഡേ ആണ്. ഹീമോഫീലിയ ഡേയും ചോദിക്കുന്നുണ്ട് ഇപ്പൊ ഒരുപാട്. ഇക്വിറ്റബിൾ ആക്സസ് ഫോർ ഓൾ റെക്കഗ്നൈസിംഗ് ആൻഡ് ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ്. ഹീമോഫീലിയ നമുക്കറിയാം ഒരു ബ്ലീഡിംഗ് ഡിസോർഡർ ആണെന്ന് അറിയാം. അപ്പം ഇക്വിറ്റബിൾ അതിൽ നിന്ന് നമുക്ക് എന്റെ തീം കിട്ടും, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇക്വിറ്റബിൾ ആക്സസ് ഫോർ ഓൾ റെക്കഗ്നൈസിംഗ് ആൻഡ് ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ്. അടുത്ത ഏപ്രിൽ 22 ലോക ഭൗമ ദിനമാണ്. പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്. എളുപ്പമുള്ളതാണ് അല്ലെ? പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്. ഇപ്പൊ ആരോഗ്യ ദിനവും എളുപ്പമുണ്ട്. മൈ ഹെൽത്ത് മൈ റൈറ്റ്. ഏപ്രിൽ 7 ആരോഗ്യ ദിനം, 17 ഹീമോഫീലിയ ഡേ, 22 ലോക ഭൗമ ദിനം. ഓക്കെ, മാർച്ച് 22 ഏപ്രിൽ 22 ഒരുപാട് പേർക്ക് മാറിപ്പോറുണ്ട്. ഏപ്രിൽ 22 ലോക ഭൗമ ദിനമാണ്. മാർച്ച് 22 എന്താണ്? ലോക ജലദിനമാണ്. അടുത്ത് മെയ് 22 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. അതിൻ്റെത് ബി പാർട്ട് ഓഫ് ദ പ്ലാൻ. എന്താണ് ബി പാർട്ട് ഓഫ് ദ പ്ലാൻ എന്നാണ് മെയ് 22 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിന്റെ തീം എന്ന് പറയുന്നത്. അതുപോലെ മെയ് 31 വേൾഡ് നോ ടൊബാക്കോ ഡേ ആണ് കേട്ടോ. പ്രൊട്ടക്ടിങ് ചിൽഡ്രൻ ഫ്രം ടൊബാക്കോ ഇൻഡസ്ട്രി ഇന്റർഫറൻസ്. പുകയില വ്യവസായ ഇടപാടുകളിൽ നിന്ന് ആരെ സംരക്ഷിക്കുക? കുട്ടികളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് വേൾഡ് നോ ടൊബാക്കോ ഡേയുടെ തീമാണ്. പ്രൊട്ടക്ടിങ് ചിൽഡ്രൻ ഫ്രം ടൊബാക്കോ ഇൻഡസ്ട്രി ഇന്റർഫറൻസ് എന്ന് പറയുന്നത് എന്നാണ്? മെയ് 31 മെയ് 22 ജൈവ വൈവിധ്യ ദിനം, 31 നോ ടൊബാക്കോ ഡേ.
ജൂൺ 5 നമുക്ക് എല്ലാവർക്കും അറിയാം പരിസ്ഥിതി ദിനമാണ്. ലാൻഡ് റെസ്റ്റോറേഷൻ, ഡിസർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രോട്ട് റെസിലിയൻസ്. മലയാളം ഭൂമി പുനരുദ്ധാരണം, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം. ഭൂമി പുനരുദ്ധാരണം, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധമാണ് ജൂൺ 5 പരിസ്ഥിതി ദിനം. അടുത്ത ജൂൺ 7 ഉണ്ട്, ഭക്ഷ്യ സുരക്ഷാ ദിനമുണ്ട്. വേൾഡ് ഫുഡ് ഡേ വേറെ ഉണ്ട്, ഒക്ടോബർ 10 അത് വേറെ. ഇത് ഭക്ഷ്യ സുരക്ഷാ ദിനമാണ്. ഫുഡ് സേഫ്റ്റി, പ്രിപ്പയർ ഫോർ ദ അൺഎക്സ്പെക്ടഡ്. ഫുഡ് സേഫ്റ്റി, പ്രിപ്പയർ ഫോർ ദ അൺഎക്സ്പെക്ടഡ്. അപ്പൊ പരിസ്ഥിതി ദിനത്തിന്റെ പഠിച്ചു, ലോക ഭക്ഷ്യ സുരക്ഷാ ദിനത്തിന്റെ പഠിച്ചു. ഇനി പഠിക്കേണ്ടത് ഓഷ്യൻ ഡേ, ലോക സമുദ്ര ദിനത്തിന്റെയാണ്. അവേക്കൺ ന്യൂ ഡെപ്സ്. ഡെപ്ത് സമുദ്രം എന്ന് പറയുമ്പോൾ ആഴങ്ങൾ ഉള്ളതാണല്ലോ, ആഴം ഉള്ളതാണല്ലോ. അപ്പൊ അവേക്കൺ ന്യൂ ഡെപ്സ് എന്ന് ഓർത്തിരിക്കാം. അടുത്തതുപോലെ 12 ബാലവേല വിരുദ്ധ ദിനമാണ്. ബാലവേല വിരുദ്ധ ദിനം നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഡേയും കൂടെ ഏത് ഡേ ആണെന്ന് കൂടി ഓർത്തിരിക്കണം കേട്ടോ. 2024 ലെറ്റ്സ് ആക്ട് ഓൺ അവർ കമ്മിറ്റ്മെന്റ്സ് എൻ ചൈൽഡ് ലേബർ. എൻ ചൈൽഡ്, ഇപ്പം ബാലവേല വിരുദ്ധ ദിനം എന്ന് പറയുമ്പോൾ ചൈൽഡ് ലേബർ എൻഡ് ചെയ്യുക എന്നുള്ളതാണല്ലോ. അപ്പൊ അത് തന്നെ അതിലുണ്ട്. ലെറ്റ്സ് ആക്ട് ഓൺ അവർ കമ്മിറ്റ്മെന്റ്സ് എൻഡ് ചൈൽഡ് ലേബർ. അപ്പൊ സമുദ്ര ദിനത്തിന്റെ അവേക്കൺ ന്യൂ ഡെപ്സ് ആണ്. ജൂൺ 21 നമുക്കറിയാം യോഗാ ദിനമാണ്, ഇന്റർനാഷണൽ യോഗ ഡേ ആണ്. യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി. അത് ഇന്ത്യയുടെ ഹോസ്റ്റ് നടത്തിയത് ശ്രീനഗറിലും വേൾഡിലെ ഹോസ്റ്റ് എവിടെയായിരുന്നു? ഋഷികേശിലും ആയിരുന്നു. ഓക്കെ. ജൂൺ 23 അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനമാണ്. ലെറ്റ്സ് മൂവ് ആൻഡ് സെലിബ്രേറ്റ്. ലെറ്റ്സ് മൂവ് ആൻഡ് സെലിബ്രേറ്റ് എന്നാണ്. അന്താരാഷ്ട്ര യോഗാ ദിനം, യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി. അതില് ഇന്ത്യയുടെ ഹോസ്റ്റ് എവിടെയായിരുന്നു വെച്ചാൽ ശ്രീനഗറിൽ വെച്ചായിരുന്നു. വേൾഡ് ഹോസ്റ്റ് എന്ന് പറയുമ്പോൾ എവിടെയായിരുന്നു? ഋഷികേശിൽ വെച്ചായിരുന്നു. അതുപോലെ അടുത്ത 23 എന്തായിരുന്നു? അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ഡേ ആയിരുന്നു. ലെറ്റ്സ് മൂവ് ആൻഡ് സെലിബ്രേറ്റ് എന്നുള്ളതാണ് അതിന്റെ തീം. അടുത്ത് നോക്കി, ലോക ലഹരി വിരുദ്ധ ദിനം. ഓക്കെ, ലോക ലഹരി വിരുദ്ധ ദിനം 2024 ജൂൺ 26 ആണേ. ദ എവിഡൻസ് ഈസ് ക്ലിയർ, ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ. തെളിവ് വ്യക്ത, പ്രതിരോധം ഊർജിതപ്പെടുത്തുക. ദ എവിഡൻസ് ഈസ് ക്ലിയർ ആണ്. ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ, പ്രിവെൻഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുക. എന്താണ്? ലോക ലഹരി വിരുദ്ധ ദിനമാണല്ലോ. അപ്പൊ എന്ത് ചെയ്യുക? പ്രിവെൻഷൻ അങ്ങനെ ഓർത്ത് വയ്ക്കുക. ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമാണ്. ദ എവിഡൻസ് ഈസ് ക്ലിയർ, ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ ആണ്. അടുത്ത ജൂലൈ 11 നോക്കാം. അടുത്ത ജനസംഖ്യാ ദിനമാണ്. ലീവ് നോൺ ബിഹൈൻഡ്, കൗണ്ട് എവരി വൺ. ജനസംഖ്യ എന്ന് പറയുമ്പോൾ എല്ലാരെയും കൗണ്ട് ചെയ്യുന്നു, അങ്ങനെ ഓർത്തിരിക്കുക. കൗണ്ട് എവരി വൺ. ലീവ് നോൺ ബിഹൈൻഡ്, കൗണ്ട് എവരി വൺ. ഓക്കെ. അടുത്ത 23 ദേശീയ ബഹിരാകാശ ദിനമാണ്. ഓഗസ്റ്റ് 23 ആണ്. ഓഗസ്റ്റ് 23 ബഹിരാകാശ ദിനമാണ്. ടച്ചിങ് ലൈവ്സ് വൈൽ ടച്ചിങ് ദ മൂൺ, ഇന്ത്യ സ്പേസ് സാഗ. ഓഗസ്റ്റ് 23 എന്ന് പറയുന്നത് ദേശീയ ബഹിരാകാശ ദിനമാണ്. 2024 തീം ടച്ചിങ് ലൈവ്സ് വൈൽ ടച്ചിങ് ദ മൂൺ, ഇന്ത്യ സ്പേസ് സാഗ. ഒത്തിരി ഉണ്ട്, പഠിക്കാൻ ബുദ്ധിമുട്ടാണ് അറിയാം. പക്ഷെ അതുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് പഠിച്ചു വെച്ചേക്കാം. മേ ബി ചിലപ്പോ ഇത് ചേരുംപടി ചേർക്കാനൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ അപ്പൊ ഏതെങ്കിലും 2 3 അറിയെങ്കിലും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പറയാൻ പറ്റും. പിന്നെ ചിലപ്പോ ചോദിക്കുന്നത് ഡേ ഏതാണെന്ന് മാത്രവും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ തീം കൂടെ ചോദിക്കുവാണ്, അല്ലെങ്കിൽ അതിന്റെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഒക്കെയാണ് വരുന്നതെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് എല്ലാം പഠിച്ചു വെക്കണം എന്ന് പറയുന്നത്. എങ്ങനെയെങ്കിലും ഓർത്തിരിക്കാൻ ശ്രമിക്കാം. നമുക്കത് സെപ്റ്റംബർ 16 നോക്കാം. ലോക ഓസോൺ ഡേ ആണ്. ലോക ഓസോൺ ഡേ അത് ഇമ്പോർട്ടന്റ് ആണ്. സെപ്റ്റംബർ 16 ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അതിന്റെ 2024 തീം എന്ന് പറയാം മോൺട്രിയൽ പ്രോട്ടോകോൾ അഡ്വാൻസിങ് ക്ലൈമറ്റ് ആക്ഷൻ ആണ്. മോൺട്രിയൽ പ്രോട്ടോകോൾ അഡ്വാൻസിങ് ക്ലൈമറ്റ് ആക്ഷൻ എന്നാണ്. അതുപോലെ 29 എന്താണ്? ലോക ഹാർട്ട്, വേൾഡ് ഹാർട്ട് ഡേ അല്ലെങ്കിൽ ലോക ഹൃദയ ദിനമാണ്. യൂസ് ഹാർട്ട് ഫോർ ആക്ഷൻ, യൂസ് ഹാർട്ട് ഫോർ ആക്ഷൻ എന്നാണ്. എളുപ്പമാണത്. ഒക്ടോബർ 16 നേരത്തെ നമ്മൾ ഭക്ഷ്യ സുരക്ഷാ ദിനം പഠിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഒക്ടോബർ 11 ലോക വേൾഡ് ഫുഡ് ഡേ എന്നാണ്. ഒക്ടോബർ 16 റൈറ്റ് ടു ഫുഡ്സ് ഫോർ ബെറ്റർ ലൈഫ് ആൻഡ് ബെറ്റർ ഫ്യൂച്ചർ. റൈറ്റ് ടു ഫുഡ്സ് ഫോർ എ ബെറ്റർ ലൈഫ് ആൻഡ് ബെറ്റർ ഫ്യൂച്ചർ എന്നാണ്. ഒക്ടോബർ 16 പിന്നെ ഒക്ടോബർ 7 ഇത് അപ്പുറത്താണ് പറയേണ്ടിയിരുന്നത്, കുഴപ്പമില്ല. ഒക്ടോബർ 7 ലോക ആവാസ ദിനം, വേൾഡ് ഹാബിറ്റാറ്റ് ഡേ ആണ്. എൻഗേജിങ് യൂത്ത് ടു ക്രിയേറ്റ് ബെറ്റർ അർബൻ ഫ്യൂച്ചർ. ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം മെക്സിക്കോയാണ് കേട്ടോ. ലോക ആവാസ ദിനം അല്ലെങ്കിൽ വേൾഡ് ഹാബിറ്റാറ്റ് ഡേ എന്ന് പറയുന്നത് എൻഗേജിങ് യൂത്ത് ടു ക്രിയേറ്റ് എ ബെറ്റർ അർബൻ ഫ്യൂച്ചർ എന്നാണ്. ഒക്ടോബർ 7 ആണ് കേട്ടോ. ഒക്ടോബർ 6 ലോക സെറിബ്രൽ പാൾസി ഡേ ആണ്. പ്രമേയം യുണീക്ലി CP എന്നാണ്. ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനമാണ്. 2024 പ്രമേയം ശരിയായ പാത സ്വീകരിക്കുക, എന്റെ ആരോഗ്യം എന്റെ അവകാശം എന്നാണ്. ടേക്ക് ദ റൈറ്റ് പാത്ത്, മൈ ഹെൽത്ത് മൈ റൈറ്റ്. ഓക്കെ, ടേക്ക് ദ റൈറ്റ്
പാത്ത്, മൈ ഹെൽത്ത് മൈ റൈറ്റ്. അടുത്ത ലോക മണ്ണ് ദിനം, വേൾഡ് സോയിൽ ഡേ അല്ല എന്ന് പറയുന്നത് എന്താണ്? ഡിസംബർ 5-നാണ്. ഡിസംബർ 1 എയ്ഡ്സ് ഡേ ആണ്. എന്റെ ആരോഗ്യം എന്റെ അവകാശം, ശരിയായ പാത സ്വീകരിക്കുക, എന്റെ ആരോഗ്യം എന്റെ അവകാശം. ടേക്ക് ദ റൈറ്റ് പാത്ത്, മൈ ഹെൽത്ത് മൈ റൈറ്റ്, അതാണ് അതിന്റെ തീം എന്ന് പറയുന്നത്. 5-ന് സോയിൽ ഡേ ആണ്, അതായത് മണ്ണ് ദിനം. എന്താണ്? മണ്ണിന്റെ പരിപാലനം, അളക്കുക, നിരീക്ഷിക്കുക, നിയന്ത്രിക്കുക. മണ്ണിന്റെ പരിപാലനം, അളക്കുക, നിയന്ത്രിക്കുക, നിരീക്ഷിക്കുക. കെയറിംഗ് ഫോർ സോയിൽസ്, മെഷർ, മോണിറ്റർ, മാനേജ്. ഓക്കെ, കെയറിംഗ് ഫോർ സോയിൽ, മെഷർ, മോണിറ്റർ, മാനേജ് എന്നുള്ളതാണ് ലോക മണ്ണ് ദിനത്തിൻ്റെത്. ഡിസംബർ 5-നാണ്. ഇനി പറയുന്നത് ഡിസംബർ 10-ആണ്, ലോക മനുഷ്യാവകാശ ദിനം. 2024 പ്രമേയം നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ. അവർ റൈറ്റ്സ് അവർ ഫ്യൂച്ചർ റൈറ്റ് നൗ. അതാണ് അതിന്റെ കറക്റ്റ് മലയാളം പറഞ്ഞപ്പോഴാണ് അങ്ങനെ ആയിപ്പോയത്. അവർ റൈറ്റ്സ് അവർ ഫ്യൂച്ചർ റൈറ്റ് നൗ. ഇംഗ്ലീഷ് തന്നെ ഓർത്ത് വെച്ചിരിക്കുന്നിട്ട് അതിന്റെ മലയാളം എഴുതുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അവർ റൈറ്റ്സ് അവർ ഫ്യൂച്ചർ റൈറ്റ് നൗ. നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ. ഓക്കെ, ലോക മനുഷ്യാവകാശത്തിന് എന്നാണ്? ഡിസംബർ 10-നാണ് കേട്ടോ. അടുത്ത ഡിസംബർ 24 ദേശീയ ഉപഭോക്തൃ ദിനം. നമ്മൾ നേരത്തെ ദേശീയ ഉപഭോക്തൃ അവകാശ ദിനമാണ് പഠിച്ചത്. ഇത് ഡിസംബർ 24-ന് ദേശീയ ഉപഭോക്തൃ ദിനമാണ്. വിർച്വൽ ഹിയറിംഗ്സ് ആൻഡ് ഡിജിറ്റൽ ആക്സസ് ടു കൺസ്യൂമർ ജസ്റ്റിസ്. എന്താണ്? വിർച്വൽ ഹിയറിംഗ്സ് ആൻഡ് ഡിജിറ്റൽ ആക്സസ് ടു കൺസ്യൂമർ ജസ്റ്റിസ് ആണ് കഴിഞ്ഞ തവണത്തെ ഡിസംബർ 24-ലെ ദേശീയ ഉപഭോക്തൃ ദിനത്തിന്റെ തീം എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഒക്ടോബർ 29, നമ്മൾ അവരുടെ നേരെ പറയാൻ വിട്ടുപോയതാണ് കേട്ടോ. ദേശീയ ആയുർവേദ ദിനമാണ്. ആയുർവേദ ദിനം 2024 പ്രമേയം ആയുർവേദ ഇന്നോവേഷൻസ് ഫോർ ഗ്ലോബൽ ഹെൽത്ത്. ആയുർവേദ ഇന്നോവേഷൻസ് ഫോർ ഗ്ലോബൽ ഹെൽത്ത് എന്നാണ്. ഇത് 9ാമത് ആയുർവേദ ദിനമാണ് 2024 ആചരിച്ചത്. ഒക്ടോബർ 29-ആണ്. അപ്പൊ നമ്മൾ ഡിസംബർ കഴിഞ്ഞു, അത് ഒക്ടോബർ പറയാൻ വിട്ടുപോയതുകൊണ്ടാണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഒക്ടോബർ 29 ദേശീയ ആയുർവേദ ദിനമാണ്. എന്താണ് പ്രമേയം? ആയുർവേദ ഇന്നോവേഷൻസ് ഫോർ ഗ്ലോബൽ ഹെൽത്ത്. ഓക്കെയാണ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ, അതിന്റെ പ്രമേയങ്ങളും 2024 മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾക്ക് ഇനി അടുത്ത മെയ് ജൂലൈയിലൊക്കെ ആയിരിക്കും പ്രിലിംസ് വരുന്നത്. അതിന് മുമ്പ് അതുവരെയുള്ളത് നമ്മളൊന്ന് അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ആ മാസങ്ങളിൽ ഒന്നുകൂടെ നമുക്ക് അപ്ഡേറ്റ് ചെയ്തെടുക്കാം. അപ്പൊ ഇത്രയും എന്ത് ചെയ്യാം, 2024 കംപ്ലീറ്റ് ഉണ്ട് കേട്ടോ. അപ്പം പ്രധാനപ്പെട്ടത് മാത്രമാണ്, അല്ലാതെ ഒരുപാട് ദിവസങ്ങളുണ്ട്. എല്ലാ ദിവസത്തിനും പ്രത്യേകതകളുണ്ട്, എല്ലാ ദിവസത്തിനും പ്രമേയങ്ങളും ഉണ്ട്. അപ്പം എല്ലാം പഠിക്കുക ആപ്ലിക്കബിൾ അല്ലാത്തതുകൊണ്ട് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രമാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.